ഇന്ന് നമുക്ക് പുട്ടുപൊടി നനയ്ക്കാതെ അല്ലെങ്കിൽ പുട്ടുപൊടി ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അരിപ്പുട്ടിൻ്റെ റെസിപ്പി നോക്കാം. ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കുത്തരിയാണ്, അതായത് നമ്മുടെ മട്ട റൈസാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ കുറഞ്ഞ വിലയ്ക്ക് ഈ മട്ട റൈസ് കിട്ടാറുണ്ട്. പക്ഷേ പലരും റേഷൻ അരിക്ക് ഒരു വിലയില്ലാത്തതുകൊണ്ട് അത് മേടിക്കാറില്ല. ഇനി നിങ്ങൾ അങ്ങനെ മേടിക്കാതിരിക്കരുത്. ഈ റേഷൻ അരി കൊണ്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുണ്ടാക്കി എടുക്കാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ട് ഇവിടെ 1 കപ്പ് കുത്തരി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് തേങ്ങ വേണം, കുറച്ച് ഉപ്പ് വേണം. നമ്മളിത് സാധാരണ പുട്ട് നനയ്ക്കുന്ന പോലെ നനച്ച് വെക്കുന്നൊന്നുമില്ല. നമ്മളിത് ഈ അരി കുതിർത്താണ് പുട്ടുപൊടി ഉണ്ടാക്കുന്നത്. ഇവിടെ ഞാൻ 1 കപ്പ് അരി ഒരു 6 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ഇതിപ്പോൾ നന്നായിട്ട് കുതിർന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. കുത്തരി ആയതുകൊണ്ട് കുറച്ചേറെ സമയം നമുക്ക് കുതിർത്തെടുക്കേണ്ടതുണ്ട്. നിങ്ങൾ പച്ചരിയാണ് ഇതിന് പകരം യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു 2-3 മണിക്കൂർ കുതിർത്തെടുത്താൽ മതിയാവും. അങ്ങ് വല്ലാതെ സോഫ്റ്റായി പോകരുത്. കഴിയുന്നതും തലേ ദിവസം രാത്രിയിൽ ഇട്ടതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും ഈ കുത്തരി കൊണ്ടുള്ള പുട്ട്. അപ്പോൾ ഇതിനി നമുക്ക് ഇത് 6 മണിക്കൂർ കുതിർത്തതിന് ശേഷം ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഞാനിതൊന്ന് ആ വെള്ളം തുറന്നു പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുള്ളതാണ്. നമ്മൾ പുട്ടുണ്ടാക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് ഇത് ഇങ്ങനെ എടുത്ത് അരിപ്പയിലേക്ക് മാറ്റിയാൽ മതിയാവും. ഇനി ഇത് നമുക്ക് ഒരു 2 ബാച്ചായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതിനെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണം. അതുകൊണ്ട് ഞാനിത് മുഴുവനും കൂടി ഒരുമിച്ച് മിക്സിയിലേക്ക് ഇടുന്നില്ല. ഒരു 2 തവണയായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിത് ഒത്തിരി നേരം ഇട്ടുകൊണ്ട് മിക്സിയിൽ അടിച്ചുകൊണ്ടിരിക്കരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ഒരു കട്ടയായിട്ടങ്ങ് കൂടിച്ചേരും. അങ്ങനെ ആകാതെ ഒരു 2-3 തവണയായിട്ട് പെട്ടെന്ന് ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാവും. ഇത് കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ പുട്ടിന് നനയ്ക്കുന്ന പോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ നമ്മുടെ ആ പുട്ടിൻ്റെ പൊടിയെല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മിക്സിയിൽ കണ്ടിന്യൂസ് നിങ്ങൾ അടിച്ചുകൊണ്ടിരിക്കരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കുഴഞ്ഞു പോവും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്നൊന്ന് പൊടിക്കുക, എന്നിട്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. ഒന്നും കൂടി എല്ലാം കൂടി കൂട്ടിയിട്ടതിന് ശേഷം ഒരിക്കൽ കൂടി പൊടിക്കുക. അങ്ങനെ പൊടിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പുട്ടിന് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ നനയ്ക്കുന്നത് പോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഒരിക്കൽ കൂടി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇന്നിവിടെ ഇതുപോലെയുള്ള ഈ ഒരു ചിരട്ടപ്പുട്ടായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു ഷേപ്പിലുള്ള പുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലത്തെ ഒരു പുട്ട് നമുക്ക് 1 നാഴി അരി കൊണ്ടുള്ള പൊടി കൊണ്ട് ഏകദേശം ഒരു 3 പുട്ടോളം ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ മറ്റേ നീളമുള്ള പുട്ടുകുറ്റിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു 2 പുട്ട് നമുക്കതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ അല്പം തേങ്ങ ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള പുട്ടിൻ്റെ മാവ് ഇതിലേക്ക് നമുക്ക് നിറച്ച് പുട്ടാക്കിയെടുക്കാം. ആവിയിൽ വെച്ച് നിങ്ങൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ഇത് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ പുട്ടിപ്പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റാണ്. നമ്മൾ സാധാരണ അരിപ്പൊടി വെച്ചുണ്ടാക്കുന്ന പുട്ട് പോലെ തന്നെ നല്ല സോഫ്റ്റാണ്. നിങ്ങൾക്കിത് ഇഷ്ടമുള്ള കറികളുടെ കൂടെയോ അല്ലെങ്കിൽ പഴമോ പഞ്ചസാരയോ ഒക്കെ ചേർത്ത് കഴിക്കാവുന്നതാണ്. പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന അധികമായിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വല്ലതുമാണ് എടുക്കുന്നതെങ്കിൽ ഒരിക്കൽ കൂടി ജസ്റ്റ് ഒന്ന് 1-2 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുത്താൽ വീണ്ടും നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും കടകളിൽ നിന്ന് കിട്ടുന്ന റേഷനരി ഒന്നും വാങ്ങാതെ ഇരിക്കരുത് കേട്ടോ. ഇങ്ങനെ നമുക്കതുകൊണ്ട് വേറെ പല ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും ഇഷ്ടപ്പെടും. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ഇതുവരെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ.